2010 കോടി രൂപയുടെ നികുതി വർധനക്കാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വെള്ളക്കരം, ഭൂനികുതി, സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർധന, മദ്യം, സിഗരറ്റ് തുടങ്ങി എല്ലാ മേഖലയിലും വർധനവുണ്ടായി. ആദ്യമായാണ് ഇത്രയും അധികം നികുതി ഓർഡിനൻസിലൂടെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ബജറ്റിലൂടെ കൊണ്ടുവന്ന അധിക നികുതി 1500 രൂപ മാത്രമാണ്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാതെ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ ഭരണപക്ഷത്തു നിന്നും വിമർശനമുയർന്നു. ബജറ്റിൽ വേണ്ടെന്ന് വെച്ച നികുതി നിർദ്ദേശം ഓർഡിനൻസിലൂടെ കൊണ്ടുവരുന്നത് ശരിയായില്ലെന്ന് ചീഫ് വിപ്പ് പി.സി. ജോർജ് പറഞ്ഞു. നിയമസഭ അടിയന്തരമായി വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്നും പി.സി. ജോർജ് കോട്ടയത്ത് പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നികുതി നിർദ്ദേശങ്ങൾ ഓർഡിനൻസിലൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അല്പം മോശമാണെന്ന് അഭിപ്രായമാണ്. എത്രയും വേഗം നിയമസഭ വിളിച്ചു കൂട്ടുക, നിയമസഭകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിയമമാക്കുക. ചിലരുടെ വെള്ളം കുടി നിർത്താൻ ജനങ്ങളെ വെള്ളം കുടിപ്പിക്കരുതെന്നായിരുന്നു കെ മുരളീധരൻ എം.എൽ.എയുടെ പ്രതികരണം. ഓരോ വകുപ്പുകളിലുമുള്ള കുടിശ്ശിക, സർക്കാരിന് നൽകാനുള്ള കുടിശ്ശിക യുദ്ധകാലാടിസ്ഥാനത്തിൽ പിരിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ വെള്ളക്കരം പിൻവലിക്കാനും ഈ രണ്ട് കാര്യങ്ങളിലും ഗവൺമെന്റ് ശ്രദ്ധിക്കണം. കെട്ടിട നികുതി വർധനയുൾപ്പെടെ കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ അടുത്ത മന്ത്രിസഭായോഗം പരിഗണിക്കാനിരിക്കുകയാണ്. ഇതുകൂടി വരുന്നതോടെ പ്രതിഷേധം ശക്തമാകുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.